9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ 9 വർഷത്തിനിടെ നോക്കിയില്ലേ? ഞാൻ ഈ ശിവേരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐതിഹാസിക്കാരനില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണുക കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറി വരുന്നത് കൊണ്ടുവരുന്ന ന്യൂനപക്ഷക്കാരൻ കയറി വരുന്നത് കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഒരു പത്രശ്രമമാണ്. നിങ്ങളാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. മീഡിയകളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു പിള്ളേർ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിൻ്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിൻ്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ വിവരം ഞങ്ങൾ വരുന്നില്ല. പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? 3ാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ എന്താ തെറ്റ്? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചാൽ കൂടെ നിന്ന് കാലട്ടെ വിട്ടാൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടെ അല്ലേ? മാറ്റം ആഗ്രഹിക്കുന്നവർ മാറിക്കോട്ടെ, പുതിയവർ വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സൂചിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, 3ാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണ് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ ഉണ്ടാകും. കൊള്ള നടത്തിയവനെ പിടിക്കട്ടെ പാ. അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്തു? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവരെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? വേലി കിടക്കണ ഒരുവനുണ്ടല്ല, പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് വന്ന് വെള്ളം കുടിക്കപ്പാ. അതൊക്കെ അവരോട് ചോദിക്കണം. അവർ അതിൻ്റെ തക്ക സമയത്ത് കാലങ്ങൾക്ക് വരുമ്പോൾ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിൽ മിസ്റ്റർ അത് തുടങ്ങി സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട്? മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം. സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ തുടങ്ങിയിട്ട് 9 വർഷത്തിനിടെ നോക്കിയില്ലേ? തുടങ്ങിയിട്ട് തോൽവിയുടെ മുഴുവൻ കാരണവും വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? വെള്ളാപ്പള്ളി നടേശനാണോ?